ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു നമ്മൾ സോപ്പ് ഉണ്ടാക്കണതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ ഒരുപാട് പേരായി ഇങ്ങനെ പറയണ് മേക്ക് ചെയ്യണ ഏതെങ്കിലും സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോസ് ചെയ്യുകയോ എനിക്ക് രണ്ട് ചാനലും കൂടെ ഇങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണമാണ് ഇതിലിങ്ങനെ ഇടാൻ അങ്ങനെ വൈകിട്ട് ഓരോ ഷോർട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോണത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏതാ സോപ്പ് എന്നറിയണ്ടേ? സോപ്പ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന സോപ്പ് മഞ്ചിഷ്ട സോപ്പാണ് ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 1 kg സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് വെച്ചിട്ടാണ് ഞാൻ മഞ്ചിഷ്ട സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഗോട്ട് മിൽക്ക് കൊണ്ട് എന്തൊക്കെ സോപ്പ് ഉണ്ടാക്കാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗോട്ട് മിൽക്ക് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗോട്ട് മിൽക്ക് വെച്ചിട്ട് നമുക്ക് ഇതില്ല മുൾത്താനി മിട്ടിയുടെ സോപ്പ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ മഞ്ചിഷ്ട സോപ്പ് ഉണ്ടാക്കുക. അങ്ങനെ ഒരുപാട് സോപ്പ് നമുക്ക് ഉണ്ടാക്കാം. ഏറ്റവും നല്ല ഗുണമുള്ള സോപ്പുകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഈ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് മറ്റേ സോപ്പ് ബേസിനേക്കാളും എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് മഞ്ചിഷ്ട സോപ്പാണ്. നമുക്ക് മുഖത്തെ കറുത്ത പാട്, അതുപോലെ തന്നെ കരുവാളിപ്പ് അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ് നമുക്ക് ഈ മഞ്ചിഷ്ട സോപ്പ്. അപ്പം അതിൻ്റെ പൊടി വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് 1 കിലോൻ്റെ ഗോട്ട് മിൽക്ക് സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് മെൽറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. മെൽറ്റ് ചെയ്യണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല, കാരണം ഒരുപാട് വീഡിയോസിൽ നമ്മളതിങ്ങനെ മെൽറ്റ് ചെയ്തിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് മെൽറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനതവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മഞ്ചിഷ്ട പൗഡർ അളവ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 1 കിലോ സോപ്പ് ബേസിലേക്ക് എത്ര മഞ്ചിഷ്ടപ്പൊടി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണിച്ചത്. കറക്റ്റ് 1 ടീസ്പൂണാണ് ഞാൻ മഞ്ചിഷ്ടപ്പൊടി എടുക്കുന്നത്. ഇനി ലേശം കൂടെ ഉണ്ട്. കറക്റ്റ് 1 ടീസ്പൂണാണ് മഞ്ചിഷ്ടപ്പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ ഗ്ലിസറിൻ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ റോസ് വാട്ടർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ പൊടി ഡയറക്റ്റ് നമ്മൾ മെൽറ്റ് ചെയ്ത സോപ്പ് ബേസിലേക്ക് ഇട്ടിട്ട് കലക്കിയിട്ട് കൊടുക്കണേക്കാൾ നല്ലത് ഇത് നമ്മൾ കലക്കിയിട്ട് അതിലേക്ക് ഒഴിക്കണതാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഗ്ലിസറിൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്കൊന്നും ആയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്തിട്ട് അതൊന്ന് കലക്കിയെടുത്ത് ഞാൻ 25 മില്ലിയിലേക്ക് ഒരു 3/4 ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു 1/2 ഭാഗത്തോളം ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. കാരണം സോപ്പിന് എപ്പോഴും നല്ല മണം വേണമല്ലോ, എന്നാലാണല്ലോ ആൾക്കാരൊക്കെ വാങ്ങിക്കാനൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 25 മില്ലിയുടെ പകുതിയോളം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ തന്നെ അതുപോലെ തന്നെ നല്ല മണം ഉണ്ടാവാറുണ്ട് എൻ്റെ സോപ്പിന്. പിന്നെ ഒരുപാട് പേര് സോപ്പിന് പത കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സാധാ സൺഫ്ലവർ ഓയിൽ, ഏതാണോ ഓയിൽ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അതൊരു ടീസ്പൂണ് കണക്കാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാനങ്ങനെ ഒഴിച്ചു കൊടുക്കാറൊന്നുമില്ല, എനിക്ക് പതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേനും നമ്മുടെ ഗോട്ട് മിൽക്ക് ഇവിടെ നല്ല പോലെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മഞ്ചിഷ്ട സോപ്പിൻ്റെ കലക്കി വെച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വൈറ്റ് കളർ ഉണ്ടാകുന്ന ശരിക്കും മഞ്ചിഷ്ട പൊടിയുടെ കളറായിട്ട് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് കലക്കി കൊടുക്കുക. അപ്പോൾ ഇനിയും നമ്മുടെ പാത്രത്തിൽ ലേശം കൂടെ ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മളിത് കലക്കിയതിന് ശേഷം കുറച്ചും കൂടെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മളത് വീണ്ടും ഒന്നും കൂടെ കലക്കിയെടുത്താൽ മതി. വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ 1 കിലോയിലേക്ക് ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് മഞ്ചിഷ്ടപ്പൊടി. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ അതുപോലെ ഗ്ലിസറിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഓരോ ടീസ്പൂണ് കണക്കാക്കിയിട്ട് നമുക്ക് ആ പൊടി ഒന്ന് കലങ്ങാനുള്ള ഒരളവിലാണ് നമുക്ക് എടുക്കേണ്ടുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ വെച്ചിട്ടാണ് കലക്കിയെടുത്തത്. ഡയറക്റ്റ് പൊടിയിലേക്ക് ഒഴിക്കുമ്പോൾ കട്ട കൂടിയിട്ട് കിടക്കും. അപ്പോൾ പിന്നെ അങ്ങനെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഓരോ കട്ടകളായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കലക്കിയിട്ട് ഒഴിക്കാൻ പറയണത്. അപ്പോൾ നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ടാണ് 1 കിലോ സോപ്പ് കൊണ്ട് എത്ര സോപ്പ് നമുക്ക് കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഈ 1 കിലോ സോപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ 10 സോപ്പാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഒരുപാട് പേര് ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസും അതുപോലെ തന്നെ ഗ്ലിസറിൻ സോപ്പ് ബേസും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് റേറ്റ് കുറച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഡൗട്ടാണ് നമ്മൾ ഇതിൽ ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് 1 കിലോ സോപ്പ് ബേസ് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 10 സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ഒരുവിധം ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു 50 സോപ്പ്, ചിലപ്പോൾ ഒരു 10 സോപ്പ് അങ്ങനെയും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 10 സോപ്പാണ്. അതിൽ 9 അല്ലെങ്കിൽ അതിൽ കുറയാനുള്ള സാധ്യത ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം അത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ ഇതിൽ കൂടെ കാണിച്ചത്. ഇപ്പോൾ ഇതേപോലെ 10 സോപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കത് എടുത്തിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് മഞ്ചിഷ്ട സോപ്പ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോപ്പാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഓഫർ റേറ്റിനായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 5 സോപ്പിന് 100 രൂപ എന്ന കണക്കിനും കൊടുക്കുന്നുണ്ട്. പിന്നെ സോപ്പ് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഹോൾസെയിൽ റേറ്റിനൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഓരോ സോപ്പും കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പ് എടുത്തിട്ട് കൂടുതൽ റേറ്റിന് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സോപ്പ് വേണ്ടവരും നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.